നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടക്കാലത്തിന് ശേഷം സംസ്ഥാനത്ത് ബാർ വിവാദം മുറുകുകയാണ്. UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായ ബാർ വിവാദങ്ങളാണ് ആ സർക്കാരിൻ്റെ വൻ വീഴ്ചയിലേക്ക് നയിച്ചത്. പിന്നാലെ LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബാറല്ല സ്കൂളുകളാണ് തുറക്കുന്നതെന്ന വാദമാണ് ഉയർത്തിയത്. എന്നാൽ അധികം വൈകാതെ സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുകയും മദ്യനയം ഉദാരമാക്കുകയുമാണ് ചെയ്തത്. മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ബാറുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ കുറച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് ഇപ്പോൾ ബാറുകളുടെ സമയം 2 മണിക്കൂർ കൂട്ടിയത്. മദ്യനിരോധനമല്ല, വർജനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ മദ്യ ഉപഭോഗം കുറയ്ക്കാനാണ് ബാർ സമയം 12 മണിക്കൂറായി കുറച്ച് രാവിലെ 11 മുതൽ രാത്രി 11 വരെയാക്കിയത്. 9.5 വർഷം മുമ്പ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നത് 29 ബാറുകളെങ്കിൽ ഇപ്പോൾ 884 ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സർക്കാർ ബാർ മുതലാളിമാരുടെ ദീർഘകാല ആവശ്യങ്ങളും അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കുന്നവർക്കെല്ലാം ബാർ അനുവദിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. എന്നാൽ ബിവറേജസ് ഷോപ്പുകളുടെ എണ്ണത്തിൽ ഈ നിരക്കിലുള്ള വർധനയില്ല. അധികാരമേൽക്കുമ്പോൾ 309 ബിവറേജസ് ഷോപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 336. കള്ള് ഷാപ്പുകളുടെ എണ്ണം 5177 നിന്ന് 5171 കുറഞ്ഞു. 3 സ്റ്റാർ ഹോട്ടൽ ലൈസൻസ് ഉള്ളവർക്കെല്ലാം ബാർ തുറക്കാൻ അനുമതിയും നൽകി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 29 ബാറുകളും 813 ബിയർ വൈൻ പാർലറുകളുമാണ് ഉണ്ടായിരുന്നത്. 200 പുതിയ ബാറുകൾ അനുവദിച്ചതിന് പുറമെ UDF സർക്കാർ പൂട്ടിയ 462 ബാറുകൾ കൂടി തുറന്നുകൊണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ മദ്യനയത്തിലെ പൊളിച്ചെടുത്ത്. 2018-19 മദ്യനയത്തിലാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ബാർ സമയത്തിൽ കൈവച്ചത്. 14 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകളുടെ പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയായി നീട്ടി. അതിനുശേഷം ബാറുകൾക്ക് ഇളവ് നൽകിയതെല്ലാം വിനോദസഞ്ചാര മേഖലയെ കൂട്ടുപിടിച്ചായിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയപരിധി നീട്ടാനുമുള്ള നിർദ്ദേശവും ഇങ്ങനെയായിരുന്നു. വിനോദസഞ്ചാര മേഖലയിലെ സംരംഭകരുമായി നടത്തിയ യോഗത്തിലെ വിവരം ചോർന്നതോടെ ഇളവ് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്നും പറഞ്ഞ് സർക്കാർ തടിയൂരി. സർക്കാരിന് പണം പിരിച്ചു നൽകിയാൽ ബാർ സമയം നീട്ടി നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചതായി ബാർ ഉടമകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം സംബന്ധിച്ച ഫോൺ സംഭാഷണം ചോർന്നതും വിവാദമായി. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ പിന്മാറി. ഇതിനിടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കള്ള് ചെത്തി വിൽക്കാൻ അനുമതി നൽകി. 2015 ജാനുവരിയിൽ നിലവിലുണ്ടായിരുന്ന 14 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെ 74 ടൂറിസം കേന്ദ്രങ്ങൾ കൂടി അനുവദിച്ചുകൊണ്ടാണ് മദ്യനയത്തിൽ വെള്ളം ചേർത്തത്. ഇതേ തുടർന്നാണ് ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായത്. ഇത് പരിഹരിക്കാനെന്ന മറവിലാണ് ഇപ്പോൾ ബാറുകളുടെ സമയം നീട്ടിയത്. ഡിസ്റ്റിലറി തൊട്ടപ്പോഴെല്ലാം പിഴച്ചു. കടലാസ് കമ്പനികൾക്ക് ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങാൻ അനുമതി നൽകിയതാണ് ഒന്നാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയത്. വിവാദമായപ്പോൾ പ്രാഥമിക അനുമതി റദ്ദാക്കി. രണ്ടാം പിണറായി സർക്കാർ മദ്യനയത്തിൽ ആഭ്യന്തര മദ്യ ഉൽപാദനം കൂട്ടാൻ വ്യവസ്ഥ ചേർത്തു. ജലലഭ്യത കുറവുള്ള എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയതും ഹൈക്കോടതി റദ്ദാക്കിയതും സർക്കാരിന് തിരിച്ചടിയായി. ഒന്നാം പിണറായി സർക്കാർ പുതിയ ബാറുകൾ 200. ഇതോടെ ആകെ ബാറുകൾ 662 രണ്ടാം പിണറായി സർക്കാരിൽ പുതിയ ബാറുകൾ 142. ഇതോടെ ആകെ ബാറുകളുടെ എണ്ണം 884 ഇവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊഴിയുമ്പോൾ 29 ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അബ്കാരി ഷോപ്പുകൾ തുടങ്ങുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന പിണറായി സർക്കാർ 2017 എടുത്തു കളഞ്ഞിരുന്നു. പ്രതിഷേധമുയർന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നിഷേധിക്കുന്ന രീതിയിലായിരുന്നു പണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയി അനുകൂല ഉത്തരവ് വാങ്ങി. കേരള പഞ്ചായത്ത് ആക്ട് ഭേദഗതി ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുതിയ മദ്യനയത്തെ തുടർന്നാണ് ഭൂരിഭാഗം ബാറുകളും പൂട്ടുകയും പഞ്ചനക്ഷത്ര റാങ്കിംഗ് ഉള്ള ബാർ ഹോട്ടലുകൾക്ക് മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെ അന്നത്തെ ധനമന്ത്രി KM മാണിക്കെതിരെ
ബാർ കോഴ ആരോപണവുമായി ബാർ ഉടമകൾ രംഗത്തെത്തി. ബാറുകൾ തുറക്കാൻ കോഴ വാങ്ങിയെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണം. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ മാണിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ മാണിയുടെ മകൻ കേരള കോൺഗ്രസിന്റെ അമരക്കാരനായപ്പോൾ ഇടതുമുന്നണിയിൽ ചേരുകയാണുണ്ടായത്. ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ബാർ വിഷയം വീണ്ടും കത്തിക്കാളുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉത്തരവിറങ്ങിയത് ശരവേഗത്തിലായിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ അപേക്ഷ എക്സൈസ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി. 49.5 മണിക്കൂർ പൂർത്തിയാകുമ്പോഴേക്കും അനുമതിയായി. എല്ലാം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണെന്ന മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ബാറിന്റെ സമയം നീട്ടൽ രാഷ്ട്രീയ പോരിനു കൂടി വഴി തുറന്നു. തെരഞ്ഞെടുപ്പ് ഡീൽ എന്നാരോപിച്ച് ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തി. എന്നാൽ അത്തരമൊരു ആരോപണം കേട്ടതായി പോലും മന്ത്രി നടിച്ചില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബാറുകളുടെ സമയവും ഫീസ് നിരക്കും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ നിശബ്ദനാക്കാനായിരുന്നു മന്ത്രിയുടെ ശ്രമം. ബാർ സമയം നീട്ടിയതല്ല, ഏകീകരിച്ചതാണെന്ന വിചിത്ര ന്യായവും ഉന്നയിച്ചു. മദ്യനയത്തിൽ വെള്ളം ചേർത്ത് ബാറുകൾക്ക് വാരിക്കോരി ഇളവ് നൽകാനുള്ള നീക്കം നേരത്തെ പുറത്തായതായിരുന്നു. ഈ ഘട്ടത്തിൽ കടുത്ത പ്രതിരോധം പ്രതിപക്ഷം നടത്തിയിരുന്നു. എന്നാൽ ഡ്രൈ ഡേ പിൻവലിക്കുന്നതൊഴികെ ബാക്കിയെല്ലാം ഏറെക്കുറെ അനുവദിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ബാർ സമയം നീട്ടിയിട്ടും പ്രതിപക്ഷ നിരയിൽ നിന്ന് പഴയ പോരാട്ട വീര്യമൊന്നും ഉണ്ടായിട്ടില്ല. ജനുവരി 29-നാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസം ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാനുള്ള അപേക്ഷ മന്ത്രി MP രാജേഷിന്റെ പരിഗണനയിലെത്തിയത്. ഉച്ചകഴിഞ്ഞ് 3:43 ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ജനുവരി 31 പ്രവർത്തന സമയം നീട്ടാനുള്ള അനുമതി മുഖ്യമന്ത്രി നൽകി. ഫെബ്രുവരി 17 സമയം നീട്ടി ഉത്തരവിറങ്ങുകയും ചെയ്തു. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതിനും സർക്കാർ ഉത്തരവിറക്കിയതിനുമിടയിലുള്ള 17 ദിവസം കൊണ്ട് പ്രതിപക്ഷത്തെ കൂടി ഡീൽ ചെയ്യാനുള്ള ശ്രമം ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് സൂചനയും ഉയരുന്നുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തിന് എല്ലാം അറിയാമായിരുന്നുവെന്ന മന്ത്രി MP രാജേഷിന്റെ വാക്കുകളിലെ പൊതിഞ്ഞു പിടിച്ച രാഷ്ട്രീയം. ബാർ ഉടമകൾക്ക് ഈ ആവശ്യവുമായി കാണാൻ വന്നിരുന്നുവെന്നും ഇത്തരമൊരു നീക്കം നടക്കുന്നതായി അറിഞ്ഞിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.